ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിജയ അശ്വതി. ഇന്ന് അയ്യപ്പൻ്റെ പിറന്നാളായ ഉത്തര നക്ഷത്രത്തിന് സ്പെഷ്യലായിട്ട് ഉടുക്കപ്പാട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രീ PV രാമചന്ദ്രൻ്റെ അയ്യപ്പൻ സംഘത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ ഗുരുനാഥനും അച്ഛനുമായിട്ടുള്ള ശ്രീ PV രാമചന്ദ്രൻ. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഈ സമീപകാലത്ത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ഗുരുസ്വാമിക്കുള്ള
ഒരു ആദരവും അവാർഡും കിട്ടുകയുണ്ടായി. ചെറുപ്പം മുതൽ അയ്യപ്പനെ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളുമായിട്ട് ആ ജീവിതം കഴിച്ചുവിടുന്ന ഒരു വ്യക്തിയാണിത്. ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മേട്ടുപ്പാളയം ശ്രീ അയ്യപ്പ സന്നിധാനത്തിലാണ്. ഇവിടെ അയ്യപ്പ ചരിതം ഉടുക്കുപാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി അവരുടെ ക്ഷണപ്രകാരം ആണ് ഞങ്ങൾ വന്നത്. ഇത് എറണാകുളം ജില്ലയുടെ വടക്കോട്ട്, തൃശ്ശൂർ ജില്ലയിൽ മൊത്തമായി, മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും നടന്നു വരുന്ന ഒരു കലാരൂപമാണ്. ഇതിൻ്റെ മുഴുവനായിട്ട് രൂപം പറയുന്നത് അയ്യപ്പൻ വിളക്കെന്ന് പറയും. വാഴ കണ്ടുകൊണ്ട് കലാകാരന്മാരുടെ കരവിരുതിൽ അവർ അയ്യപ്പൻ്റെ അമ്പലം, ദേവിയുടെ അമ്പലം, വാവർപള്ളി ഇതെല്ലാം ഉണ്ടാക്കി പുലർച്ചെ വരെ, സന്ധ്യ മുതൽ പുലർച്ചെ വരെ നടത്തി വരുന്ന ഒരു ആഘോഷ പരിപാടിയാണ് അയ്യപ്പൻ വിളക്ക്. അതിൻ്റെ ഒരു വിഭാഗമാണ് അയ്യപ്പൻ പാട്ട്, അയ്യപ്പ ചരിതം ഉടുക്കുപാട്ട്. ആദ്യം ഗണപതി സരസ്വതി പാടിക്കഴിഞ്ഞ ശേഷം ശൂർപ്പകൻ എന്ന് പറഞ്ഞ അസുരൻ തൻ്റെ വിരലാൽ തൊടുന്നവരെല്ലാം ഭസ്മമാകണം എന്നാഗ്രഹിച്ച് ശിവനെ തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ കാഠിന്യം കൊണ്ട് ഉഗ്രമൂർത്തിയായ ഭഗവാന് പോലും പെട്ടെന്ന് രക്ഷപ്പെടേണ്ടി വന്ന് ഭസ്മാസുരൻ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്നറിയപ്പെടുന്ന ശൂർപ്പകന് അയാൾ ആഗ്രഹിച്ച വരം കൊടുത്തു. എന്ത്? വെള്ളുകൊണ്ട് തൊടുന്നവർ മരിക്കാനുള്ള വരം കൊടുത്തു. ദുഷ്ടനായ അല്ലെങ്കിൽ അത്യാഗ്രഹിയായ ശൂർപ്പകന് സംശയം ഈ വരം കൊണ്ടുപോയി അത് ഫലിക്കുമെന്ന്. അതറിയാൻ വേണ്ടി വരം കൊടുത്ത ഭഗവാനെ തന്നെ തൊട്ടുപോകാൻ പറ്റുമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാൻ ഓടി പറഞ്ഞു. കാരണം തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ശൂർപ്പകനെ ഭസ്മാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ശൂർപ്പകൻ ഭക്തനായിപ്പോയി, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഓടി മറഞ്ഞു. ഈ വിവരം പറഞ്ഞ് മഹാവിഷ്ണു മോഹിനി വേഷം കൊണ്ടുവന്ന് ഈ ശിവനെ ഭയപ്പെടുത്തിയ ശൂർപ്പകനെ മയക്കി അവനെക്കൊണ്ട് തന്നെ അവൻ്റെ ചിരത്തിൽ തൊടിയിച്ച് അവൻ ഭസ്മമായി പോയി മരിച്ചുപോയി. ഈ വിവരം ശിവൻ അറിയുകയും ഇത്ര മോഹനമായ ആ മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുപ്രകാരം മായാവിഷ്ണു വീണ്ടും മോഹിനി രൂപം കൊണ്ടു. ആ മോഹിനി രൂപം കണ്ട് അനുരക്തനായ ശ്രീ പരമശിവൻ മോഹിനിയിൽ ഉണർന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ശിവശക്തി സ്വരൂപിച്ച് ആണ് ഹരിഹരപുത്രനായി ഭഗവാൻ കലിയുഗവരം ശ്രീ അയ്യപ്പൻ. ഈ ചരിതമാണ് ഞങ്ങളിവിടെ പാടിയത്. ഇത് അയ്യപ്പൻ വിളക്കാകട്ടെ അല്ലെങ്കിൽ ഏത് ശാസ്താംപാട്ടിൻ്റെയും മൂലമായിട്ടുള്ള, അതായത് ബേസിക്കായിട്ടുള്ള ഇതാണ്. അങ്ങനെ ഭഗവാൻ ജനിച്ച പാട്ട് പാടി പുണ്യാഹം പാടി അവസാനിക്കും.